നിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പാർത്തിരിക്കുന്ന അതിന്റെ ദാസരുമാരാധകരുമായവരെ നീ അനുകൂലമാക്കി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവരെ ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി പരിപാലിക്കുന്നവരുമായ ഞങ്ങളുടെ വിശ്വാസത്തിനായി നിന്റെ ദാസനെ ഞങ്ങളുടെ വത്സപിതാവുമായ യാക്കോബായുടെ ഓർമ്മയുടെ സമയത്ത് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആചാര്യന്മാരും മഹിമേലിൻ നയവാന്മാരും അഭിഷിക്തമുഖം തിരിപ്പിക്കല്ലേ ദാസൻ ദാവീദിനെയൊത്ത നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഞാനുപദേശിക്കും സാക്ഷ്യനിൽ എല്ലായ്പ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ ഏഴകൾ യോഗ്യരായി തീരണമേ. ശുശ്രൂഷകരാൽ സേവിക്കപ്പെടുന്ന സ്വർഗീയ മഹാപുരോഹിതനായ കർത്താവിന് സ്തുതി. നീതീകരണം നൽകാൻ തന്റെ ദൈവത്വത്തെ പ്രീതിപ്പെടുത്തുന്ന ബലികൾ അർപ്പിക്കുവാൻ മൺമേലും മരണമുള്ളവരുമായ മനുഷ്യരിൽ നിന്ന് തന്റെ ശുശ്രൂഷയ്ക്കായി ആചാര്യന്മാരെയും പ്രധാനാചാര്യന്മാരെയും അവൻ നിയമിച്ചു. അങ്ങനെ അവരെ അവൻ ബഹുമാനിക്കുകയും ആത്മീയ വരങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്തു. മനുഷ്യവർഗത്തിന്മേൽ നിശ്ചയിക്കപ്പെട്ട മരണത്തിന്റെ വിധി തീർപ്പാൻ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് അവരെ അവൻ വിമുക്തരാക്കുന്നു. അത് മരണമുള്ള എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യം അവർ പ്രാപിക്കുവാനും വാഗ്ദാനം ചെയ്യപ്പെട്ട അനശ്വര ജീവിതത്തിലേക്ക് യാത്രയാകുന്നതിനും സ്വീകാര്യ ബലികൾ സ്വർഗീയ യെരൂശലേമിൽ അവന് സമർപ്പിക്കുന്നതിനും വേണ്ടി അത്രേ. അവരുടെ ഓർമ്മ നിർവഹിച്ചുകൊണ്ട് ഞങ്ങളും അവരുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹവും അവരുടെ തിരുശേഷിപ്പുകളിൽ നിന്ന് പാപപരിഹാരവും പ്രാപിക്കുവാൻ യോഗ്യരായി തീരുന്നു. ശ്രേഷ്ഠാചാര്യനായ പിതാവിന്റെ ഓർമ്മ കഴിക്കപ്പെടുന്ന ഈ സമയത്തും സകലനാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അനുയോഗ്യമാകുന്നു. സർവസൗഭാഗ്യവാനും യഥാർത്ഥ പ്രധാനാചാര്യനും
ഉത്തമയുടേനുമായ ദൈവമേ, ഞങ്ങൾ നിന്റെ മനുഷ്യ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയുടെ കഴിവനുസരിച്ചതിനു മുമ്പാകെ ഈ ശ്രേഷ്ഠാചാര്യം നിർവഹിച്ച ജാഗരണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പകരമായി സന്തോഷകരമായ നിന്റെ എതിരേൽപ്പിൽ ഈ ശ്രേഷ്ഠാചാര്യനെ സ്വീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിനു മുമ്പാകെ ഈ ശ്രേഷ്ഠാചാര്യൻ അർപ്പിച്ചിട്ടുള്ള ബലികൾക്കും നേർച്ച കാഴ്ചകൾക്കും പകരം സന്തോഷവും സൗഭാഗ്യവും നൽകണമേ. സ്വർഗീയമായ നിന്റെ മഹാവിശുദ്ധലത്ത് ഈ ശ്രേഷ്ഠാചാര്യന്റെ ആത്മാവിനെ വസിപ്പിക്കണമേ. സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടും മാലാഖമാർക്ക് കൊടുത്ത ആഹ്ലാദം പ്രതീക്ഷിച്ചുകൊണ്ടും അവിടെയുള്ള ശ്രേഷ്ഠാചാര്യന്മാരുടെ കൂട്ടത്തിൽ ഈ ശ്രേഷ്ഠാചാര്യനെയും വസിപ്പിക്കണമേ. കർത്താവേ, പാപികളായ ഞങ്ങൾ ഈ ശ്രേഷ്ഠാചാര്യന് വേണ്ടി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ തിരുവുള്ളമുണ്ടായി സന്തോഷത്തോടെ സ്വീകരിക്കണമേ. വിശുദ്ധ കൂദാശകൾക്ക് സുസ്ഥിരം ശ്രേഷ്ഠരുമായവരുടെ കൂടെ ഈ ശ്രേഷ്ഠാചാര്യനെ ആശ്വസിപ്പിക്കണമേ. ഏതെങ്കിലും തരത്തിൽ ഈ ശ്രേഷ്ഠാചാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള മലിനതകളും കറയുന്നതിനുമുമ്പാകെ ഈ ശ്രേഷ്ഠാചാര്യനുഷ്ഠിച്ചിട്ടുള്ള വിശുദ്ധ കൂദാശകളുടെ പുണ്യദായകമായ കൃപയാൽ കഴുകി വെടിപ്പാക്കണമേ. എന്റെ പ്രാഭവത്തിന് മുമ്പാകെ ശ്രേഷ്ഠാചാര്യനെ നിർത്തണമേ. വിശുദ്ധരോടും സ്വർഗീയ സേനകളോടും ചേർന്ന് ഞങ്ങൾ നിന്നെയും നീ മുഖാന്തരത്തിനോടുകൂടെ നിന്റെ പിതാവിനെയും സൗഭാഗ്യമായ കന്യയുടെ ഉറവിടവും സാരാവിശുദ്ധനോട് സമയമായ നിന്റെ പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കുമാറാകണമേ. ഓശോ പുണ്യപിതാവായ യാക്കോബ തിയോഫിലോസ് പിതാവിന്റെ 70ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഏതാണ്ട് ഒരു മാസക്കാലമായി കോട്ടയം മേഖലയിലെ വിവിധ പള്ളികളിൽ എല്ലാ പള്ളികളിലും ബഹുമാനപ്പെട്ട വൈദികരുടെയും അതുപോലെ തന്നെ മറ്റൊരു ഞായറാഴ്ച നമ്മുടെ അൽമായ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച പ്രബോധന പരിപാടികൾക്ക് ശേഷം അനേക ദിവസങ്ങൾ ഈ ദേവാലയത്തിൽ തന്നെ നമ്മുടെ MCYM നേതൃത്വത്തിലുള്ള ജാഗരണ പ്രാർത്ഥനയും തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം നമ്മുടെ പിതാവിന്റെ ജന്മഗൃഹത്തിൽ ഒളശയിലുള്ള ജന്മഗൃഹത്തിൽ നടത്തിയതായ നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ നടത്തിയതായ ഛായാചിത്ര പ്രയാണവും പദയാത്രയും ഇന്നത്തെ ഈ പരിശുദ്ധ കുർബാനയും ഏറ്റവും അനുഗ്രഹകരമായി നമുക്ക് തീർക്കുവാനായിട്ട് ഇടയായി. പുണ്യപിതാവിന്റെ മധ്യസ്ഥം നമുക്കിപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അധിപത്യാസനത്തിന്റെ അടിത്തറ പാകിയ അതിന്റെ ആദ്യത്തെ മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും കൂടുതൽ അനുഗ്രഹം സ്വീകരിക്കുവാൻ പുണ്യപിതാവിന്റെ ഓർമ്മ നമുക്ക് ഇടയാകുന്നു. ഈ ദിവസങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും വന്ന് സംബന്ധിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് അഭയുന്ന പിതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ പുണ്യപിതാവിന്റെ അനുഗ്രഹകരമായ ഈ ഓർമ്മ തിരുനാളിന് വേണ്ടി നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി, ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പിന്നെ പിതാവിന് എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ധാരാളം ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങൾ, പ്രത്യേകിച്ചും ബദനി സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട
ഡോക്ടർ ഗീവറീസ് കുറ്റിയിലച്ചൻ ഇന്നലെ മുഴുവൻ സമയവും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ തിരുക്കർമ്മങ്ങളിലും അത് സംബന്ധിക്കുന്നു. അതുപോലെ തന്നെ തിരുവല്ല അധിപതിരാസനത്തിലെ നിരവധി വൈദിക സഹോദരങ്ങൾ ഈ ദിവസങ്ങളിലെ നമ്മുടെ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകി സാന്നിധ്യം നിന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു. അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ വിവിധ സന്യാസിനി സമൂഹങ്ങൾ, ബദനി സന്യാസിനി സമൂഹം, ഹോളി സ്പിരിറ്റ് സന്യാസിനി സമൂഹം, ബസീലിയൻ സന്യാസിനി സമൂഹം, DM കോൺഗ്രിഗേഷൻ, ഇവരെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ നമ്മുടെ അൽമായ നേതാക്കന്മാര്, കോട്ടയം ഭാഗത്തുള്ള നമ്മുടെ അൽമായ നേതാക്കന്മാർ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വലിയ നേതൃത്വം നൽകി ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലും വന്ന് സംബന്ധിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ അൽമായ നേതാക്കന്മാരെയും യുവജന നേതാക്കന്മാരെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇന്നത്തെ നമ്മുടെ നേർച്ച നമുക്ക് നൽകിയിരിക്കുന്നത് ബദനി സന്യാസിനി സമൂഹമാണ്. സിസ്റ്റേഴ്സിനുള്ള പ്രത്യേകമായ നന്ദിയും അറിയിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമാകുന്ന ഈ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിച്ച് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളെ എല്ലാ നിയോഗങ്ങളെയും സാധ്യമാക്കി തരട്ടെ. മുകളിലും താഴെയും ഉള്ളിലും എല്ലാം വിശുദ്ധമായിരുന്ന കർത്താവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് തെരുമാറാകട്ടെ. നിങ്ങളുടെ ജീവിത പ്രയാണത്തിൽ അവിടുന്ന് കൂട്ടായിരുന്ന് നിങ്ങൾക്ക് ബലവും കരുത്തും ഏകുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പുണ്യപിതാവായ മാർ ഇവാനിയോസ് പിതാവിന്റെയും മാർ തെയോഫിലോസ് പിതാവിന്റെയും പ്രാർത്ഥനകളാൽ സാധ്യമാകട്ടെ. ഇന്ന് പെരുന്നാൾ ആഘോഷിച്ച വത്സല പിതാക്കന്മാരായ പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും അപേക്ഷകളും മാധ്യസ്ഥവും നമുക്ക് കോട്ടയായിരിക്കട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യക മാതാവിന്റെയും നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ.